വടക്കാഞ്ചേരി മുൻ പഞ്ചായത്ത് മെമ്പറും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും അകമല ഭാരതീയ വിദ്യാഭവൻ സ്ഥാപകരിൽ പ്രമുഖനും എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച നാടിന്റെ ജനകീയ മുഖം മദ്രാസ് ഹോട്ടൽ ഉടമയും പൊതുജീവിതത്തിൽ അടയാളമിട്ട നേതാവുമായിരുന്ന പുലിക്കോട്ടിൽ മഠം നാരായണസ്വാമി ഇനി ഓർമ്മകളിൽ മാത്രം. വ്യത്യസ്ത രാഷ്ട്രീയ നിലപാടുകളാണെങ്കിലും വ്യക്തിപരമായ സൗഹൃദം ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു. പൊതുവായി നമ്മുടെ നാട് വികസിക്കണം എന്നാഗ്രഹിക്കുന്ന വ്യക്തിയായിരുന്നു നാരായണൻ സ്വാമി എന്ന് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ. വ്യത്യസ്ത രാഷ്ട്രീയ നിലപാടുകളാണെങ്കിൽ പോലും വ്യക്തിപരമായിട്ടുള്ള സൗഹൃദം, വലിയ അടുപ്പം ഉണ്ടാക്കുന്നൊരു വ്യക്തി എന്ന രീതിയിൽ പരസ്പരം കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യാനും അങ്ങനെ ചർച്ച ചെയ്തുകൊണ്ട് എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുമെങ്കിൽ പോലും പൊതുവായി നമ്മുടെ നാട് വികസിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് നാരായണസ്വാമി. അദ്ദേഹത്തിൻ്റെ മകൻ വൈശാഖ് നഗരസഭയിലെ കൗൺസിലറാണ്. ഇതിനിടയ്ക്കൊക്കെയുള്ള സൗഹൃദങ്ങളൊക്കെ തന്നെ വളരെ അടുപ്പത്തിൽ ഞങ്ങൾക്ക് കൊണ്ടുനടക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പൂർവ്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടും എക്സിബിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഒട്ടേറെ അടുത്ത് പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. എന്തായിരുന്നാലും നാണാവുവിൻ്റെ വിയോഗം വടക്കാഞ്ചേരിയെ സംബന്ധിച്ച് വടക്കാഞ്ചേരിയുടെ ഒരു സഹകൃത കൂട്ടായ്മയ്ക്കുള്ള വിള്ളലായി ഞാൻ കാണുകയാണ്. നാരായണസ്വാമിയുടെ വിയോഗത്തിൽ വടക്കാഞ്ചേരി നഗരസഭയ്ക്കുള്ള ദുഃഖവും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വേർപാടിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുള്ള ദുഃഖത്തിലും പങ്കുചേരുകയാണ്. അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമല്ല, വടക്കാഞ്ചേരിയുടെ സാംസ്കാരിക വ്യാപാര മേഖലയിലൊക്കെ തന്നെ സ്വാമിയുടെ കയ്യൊപ്പുണ്ട്. വടക്കാഞ്ചേരിയുടെ വളർച്ചയിൽ സ്വാമിക്ക് അതിൻ്റെതായ പങ്കുകളുണ്ട്. ഭവൻസിന്റെ പ്രവർത്തനങ്ങളിലായാലും ഊത്രാളിക്കാവ് പൂരവുമായി ബന്ധപ്പെട്ട എക്സിബിഷന്റെ കാര്യത്തിലായാലും സ്വാമിയുടേതായ പങ്കാളിത്തം നിറഞ്ഞു നിൽക്കുന്നു. വടക്കാഞ്ചേരിയുടെ ബൈപ്പാസ് പദ്ധതിയിലും അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് ചാർത്തിയിരുന്നു. വടക്കാഞ്ചേരിയിലുണ്ടായ പോലീസ് ലാത്തിചാർജിൽ ക്രൂരമായ മർദ്ദനം കോൺഗ്രസ് നേതാക്കൾ ഏറ്റുവാങ്ങുന്ന സമയത്ത് അതിനെ തടുക്കുകയും നിരവധി അടികൾ തന്റെ ശരീരത്തിൽ ഏറ്റുവാങ്ങുകയും ചെയ്തിരുന്നു. രാഷ്ട്രീയത്തിൽ ഒരു പോരാളിയായിരുന്നു സ്വാമി. സ്വാമിയുമായി ബന്ധപ്പെട്ട നിരവധി ഓർമ്മകളാണ് തനിക്കുള്ളതെന്ന് വടക്കാഞ്ചേരി മുൻ MLAയും KPCC ജനറൽ സെക്രട്ടറിയുമായ അനിൽ അക്കര. ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമായിരുന്നില്ല, വടക്കാഞ്ചേരിയുടെ സാംസ്കാരിക വ്യാപാര മേഖലകളിലൊക്കെ സ്വാമിയുടെ കയ്യൊപ്പ് വെച്ച് പോയ ഒരു പൊതുപ്രവർത്തനം കൂടിയാണ്. വടക്കാഞ്ചേരിയുടെ വളർച്ചയിൽ സ്വാമിക്ക് അതിൻ്റേതായ പങ്കുകളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വടക്കാഞ്ചേരിയുമായി ബന്ധപ്പെട്ടുള്ള ഭവൻസിൻ്റെ പ്രവർത്തനങ്ങളാണെങ്കിലും ഉത്രാളിക്കാവ് പൂരവുമായി ബന്ധപ്പെട്ട എക്സിബിഷൻ്റെ വിഷയത്തിലാണെങ്കിലും ഒക്കെ സ്വാമിയുടേതായ മുഴുവൻ പങ്കാളിത്തവും അതിനകത്തുണ്ടായിരുന്നു. അതുപോലെ തന്നെ പുതിയ കാലഘട്ടത്തിൻ്റെ സ്വപ്നമെന്ന രീതിയിൽ ഞാൻ MLA ആയിരിക്കുന്ന സമയത്താണ് വടക്കാഞ്ചേരിയുടെ ബൈപ്പാസുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ അതിൻ്റെ സംശയ നിവാരണത്തിന് വേണ്ടി ഞാൻ എപ്പോഴും സംസാരിക്കാറുള്ളത് സ്വാമിയുമായിട്ടാണ്. അതുപോലെ തന്നെ വടക്കാഞ്ചേരിയുമായി ബന്ധപ്പെട്ട് മണ്ണുത്തിയിലേക്ക് പോകുന്ന പുതിയ ബൈപ്പാസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള എങ്കക്കാട് ഓവർബ്രിഡ്ജുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ സ്വാമിയുമായി ബന്ധപ്പെട്ട് നിരവധിയായ ഓർമ്മകളാണ് പങ്കുവയ്ക്കാനുള്ളത്. അതോടൊപ്പം തന്നെ കുട്ടികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അതുപോലെ തന്നെ ചെറുപ്പക്കാരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ അപ്പോൾ ഓർക്കുന്നത് വടക്കാഞ്ചേരി ഉണ്ടായൊരു പോലീസ് ലാത്തിചാർജിൻ്റെ സമയത്ത്
ആ ക്രൂരമായ മർദ്ദനം യൂത്ത് കോൺഗ്രസ്സുകാരെ ഏറ്റുവാങ്ങുന്ന സമയത്ത് അതിനെ പോയി തടുക്കുകയും തൻ്റെ ശരീരത്തിൽ നിരവധി ലാത്തിയടികൾ ഏറ്റുവാങ്ങിയ സ്വാമി ഒരു പോരാളിയായിരുന്നു, രാഷ്ട്രീയ പ്രവർത്തനം. പഞ്ചായത്ത് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോഴും പഞ്ചായത്തിൽ തന്നെ ഒതുങ്ങി നിൽക്കാതെ വടക്കാഞ്ചേരി നഗരസഭയുടെ മുഴുവൻ വികസന പദ്ധതിയിലേക്ക് അദ്ദേഹം പ്രവർത്തിച്ചു. ഭാരതീയ വിദ്യാഭവൻ എന്ന വിദ്യാലയം വേണമെന്നും അതിനെ ചുക്കാൻ പിടിച്ചതുമെല്ലാം നാരായണസ്വാമിയായിരുന്നു. പഞ്ചായത്ത് ഇലക്ഷന് മുഖ്യ പങ്കുവഹിച്ച വ്യക്തിയും കൂടിയായിരുന്നു അദ്ദേഹം. എൻ്റെ കുടുംബത്തിലെ ഒരാൾ നഷ്ടപ്പെട്ടതുപോലെയാണ് തോന്നുന്നത്. വടക്കാഞ്ചേരിക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ച മനുഷ്യനെയാണ് നഷ്ടമായതെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ. നാരായണസ്വാമി എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്താണ്. സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ വിയോഗം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വലം കൈയൊക്കെ നഷ്ടപ്പെട്ട ഒരു പ്രതീതി എന്നൊക്കെ നമ്മൾ പറയില്ല, ആ രീതിയിലാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എൻ്റെ ഒരു 5 വർഷം സീനിയറായിട്ടാണ് കോളേജിൽ ഉണ്ടായിരുന്നതാണ് അവർ. അവിടുന്ന് തുടങ്ങിയ ഞങ്ങളുടെ ബന്ധമാണ്. പിന്നെ ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വൈകിട്ട് എന്നും 8 മണി മുതൽ 9 മണി വരെ ഞാനും നാരായണസ്വാമിയും ഫ്രാൻസിസും ഞങ്ങൾ 3 ആൾക്കാരും മദ്രാസ് ഹോട്ടലിൽ ഒരു 8 മണിക്ക് വന്നാൽ ഒരു 9 മണി വരെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ടായിരുന്നു. അത് കൂടുതലും സാമ്പത്തികമായ വികസന പ്രവർത്തനങ്ങളൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കാരണം നാണാമിനെ സംബന്ധിച്ച് പറഞ്ഞാൽ വലിയ കാഴ്ചപ്പാടാണ്. ഒരു കേവലം ചെറിയ രീതിയിലുള്ള കാഴ്ചപ്പാടില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പർ എന്ന് അദ്ദേഹം തിരഞ്ഞെടുത്തപ്പം ഏതെങ്കിലും ഒരു വാർഡിലത്തെ കാര്യമല്ല നാരായണസ്വാമി പലപ്പോഴും ചർച്ച ചെയ്തിരുന്നത്, മറിച്ച് വടക്കാഞ്ചേരിയുടെ മൊത്തത്തിലുള്ള വികസനത്തെക്കുറിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫലമായിട്ടാണ് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പ്രശ്നം വന്നിരുന്നത്. ഈ വേസ്റ്റ് വാട്ടർ പോകുന്ന കാര്യം വലിയ പ്രശ്നമായിരുന്നു. അപ്പോൾ അതിനുള്ള ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ തയ്യാറാക്കി ബഹുമാനപ്പെട്ട CN ബാലകൃഷ്ണനൊക്കെ സമർപ്പിച്ച ആളാണ് നാരായണസ്വാമി. കാരണം എന്ന് പറഞ്ഞാൽ ഒരു കുഴലിട്ട് ആ വെള്ളം അതിൽ ചാടിച്ചിട്ട് അത് ശുദ്ധീകരിക്കുക എന്നുള്ളൊരു പ്രക്രിയയും അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കടലാസൊക്കെ ശരിയാക്കലും PWD ഓഫീസിലൊക്കെ തന്നെ അങ്ങനെ വലിയൊരു പ്രോജക്റ്റൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ് നാരായണസ്വാമി. അതുമാതിരി തന്നെ എന്നെ സംബന്ധിച്ച് ഏറ്റവും അടുത്ത ഒരു സംഗതി എന്താണെന്ന് പറഞ്ഞാൽ ഞാനും ഫ്രാൻസിസും നാരായണസ്വാമിയും കൂടി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ ഈ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ 3 ആൾക്കാരും കൂടി ചർച്ച ചെയ്ത് എടുത്തൊരു തീരുമാനമാണ് അവിടെ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. അത് അവിടെ രൂപപ്പെട്ട ഒരു ഐഡിയയും അവിടെ രൂപപ്പെട്ടുകൊണ്ട് ഉണ്ടായ ഒരു സംഗതിയാണ്. അങ്ങനെ ഒരു 10-25 വർഷത്തോളം ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞതൊക്കെ തന്നെ ഈ നാരായണസ്വാമിയുടെ ഹോട്ടലായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതേമാതിരി തന്നെയാണ് ഞങ്ങളുടെ ഭാരതീയ വിദ്യാഭവൻ ഇവിടെ ഒരു സെൻട്രൽ സ്കൂൾ വേണം എന്നുള്ള ഒരു ആഗ്രഹം പല ആൾക്കാർക്ക് ഉണ്ടാവുകയും അതിനൊക്കെ തന്നെ ചേർത്ത് പിടിച്ചത് നാരായണസ്വാമിയാണ്. അത് ശിവസ്വാമിയായിട്ടും രാജനായിട്ടും ഗോകുലിനായിട്ടും ശങ്കരൻകുട്ടി അങ്ങനെ പല ആൾക്കാരായിട്ട് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥലം ലഭിക്കാനും സൗഹൃദ രാജനെ കൊണ്ട് ആ സ്ഥലം ലഭിച്ചപ്പം അത് അവിടെ പടുത്തുയർത്താനും ഒരുപാട് ആൾക്കാരെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടൊക്കെ തന്നെ അദ്ദേഹമാണ് ജനറൽ സെക്രട്ടറി എന്ന് നൽകിയ ഞങ്ങളുടെ ഭാരതീയ വിദ്യാഭവൻ്റെ ആദ്യ സ്ഥാപക ജനറൽ സെക്രട്ടറി. അങ്ങനെ ഒരുപാട് വളർച്ചയെത്തിക്കാൻ നാരായണസ്വാമി അഹോരാത്രം പണിയെടുത്തിട്ടുണ്ട്. നല്ലൊരു ബിസിനസ്മാനാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ച്. ഞാൻ നേരത്തെ പറഞ്ഞ വലിയ കാഴ്ചപ്പാടാണ്. ആരും ഏറ്റെടുക്കാൻ തയ്യാറാവാത്ത പദ്ധതികൾ ഏറ്റെടുക്കാൻ ധൈര്യപ്പെട്ട ഒരാളാണ്. ലക്ഷങ്ങളുടെ ചെലവ് ചെയ്ത് ഇവിടെ പട്ടുനൂൽ കൃഷി അന്നൊന്നും ഇതിനെക്കുറിച്ചൊന്നും ആർക്കും അറിയാത്തൊരു കാലഘട്ടമാണ്. പക്ഷേ ആൾ അതിനെക്കുറിച്ച് പഠിച്ച് അങ്ങനെ ഒരു സ്ഥലം മേടിച്ച് അവിടെ പട്ടുനൂൽ കൃഷി രൂപപ്പെടുത്താനൊക്കെ വളരെയധികം പരിശ്രമിച്ച ആളാണ്. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, കാലാവസ്ഥ ചതിച്ചു. 1-2 കൊല്ലം അടുപ്പിച്ച് വെള്ളം കിട്ടാത്ത ഒരു സ്ഥിതി വന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിൽക്കുന്നതല്ല കാലാവസ്ഥ, ബാക്കി എല്ലാം തന്നെ ആൾ രൂപപ്പെടുത്തി വളരെ നല്ല രീതിയിൽ ആ പട്ടുനൂലൊക്കെ പുഴുവിനൊക്കെ വളർത്തിയൊക്കെ വന്നപ്പം വെള്ളം കിട്ടാത്തൊരവസ്ഥ വരികയും അങ്ങനെ ചെടികൾ നശിക്കുകയും ചെയ്തതിൻ്റെ ഒരു അവസാനമാണ് അത് നിർത്തിവെക്കേണ്ടി വന്നത്. എന്തായാലും നാണാവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഒരുപാട് വ്യക്തികളെ പുതുതായിട്ട് കൊണ്ടുവന്നുണ്ട്. ഞാൻ ഇന്നലെ അരവിന്ദനായിട്ട് ഇങ്ങനെ സംസാരിച്ചു പോകാം. അരവിന്ദൻ പറഞ്ഞതെന്ന് പറയുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ തുടർച്ചയായിട്ട് 3-4 കൊല്ലം
പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിട്ടും നഗരസഭാ കൗൺസിലറൊക്കെ ആയിട്ടില്ല. അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഇതേമാതിരി സംസാരിച്ചപ്പം അരവിന്ദൻ അടക്കം പറഞ്ഞതെന്ന് പറഞ്ഞാൽ എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നതും നിർബന്ധിച്ച് കൗൺസിലർ പഞ്ചായത്തിലേക്കൊക്കെ നിർബന്ധിച്ച് നിർത്തിയതൊക്കെ നാരായണസ്വാമി എന്നൊക്കെയാണ് ഇന്നലെ എൻ്റെ അടുത്ത് പറഞ്ഞത്. അങ്ങനെ ഒരുപാട് വ്യക്തികൾ എനിക്ക് തോന്നുന്നത് കോൺഗ്രസിൻ്റെ ഈ പഞ്ചായത്ത് ഇലക്ഷനൊക്കെ തന്നെ നല്ല മുഖ്യ പങ്ക് ഈ ജയിപ്പിക്കാനൊക്കെ തന്നെ മുഖ്യ പങ്ക് വഹിച്ചതും സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ തന്നെ ഒരുപാട് കാര്യങ്ങളും ചെയ്തത് നാരായണസ്വാമിയാണ്. അതുമാതിരി തന്നെ ഇപ്പം ഈ മാസ്റ്റർ പ്ലാനായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളിപ്പോൾ വടക്കാഞ്ചേരിയുടെ പറഞ്ഞപ്പോൾ തന്നെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നാരായണസ്വാമി പറഞ്ഞ പല ഐഡിയ ആണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ പുതുതായിട്ട് ഇപ്പോൾ മാസ്റ്റർ പ്ലാനിൽ ഉൾക്കൊള്ളിച്ച പല കാര്യങ്ങളും ഞാൻ വായിച്ചു നോക്കുമ്പോൾ നാരായണസ്വാമി എത്രയോ മുമ്പ് ആ ആശയങ്ങളൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പഞ്ചായത്തിലൊക്കെ അവതരിപ്പിക്കലും ഞങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞ ആളാണ്. അങ്ങനെ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നതാണ്. ഞങ്ങളുടെ മർച്ചൻ്റ് അസോസിയേഷനിൽ തന്നെ എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു ശങ്കർ. നാരായണസ്വാമിയൊക്കെയുള്ള ആ കാലഘട്ടം ഒരു സുവർണ്ണ കാലഘട്ടം തന്നെയായിരുന്നു അസോസിയേഷനെ സംബന്ധിച്ചൊക്കെ. കാരണം അദ്ദേഹം എന്ന് പറഞ്ഞാൽ ചാർട്ടേഡ് അക്കൗണ്ട് ആവാൻ വേണ്ടി പരിശ്രമിച്ച ആളാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നാരായണസ്വാമിയുടെ അച്ഛൻ്റെ നിര്യാണം പെട്ടെന്നായപ്പം ഹോട്ടൽ ഏറ്റെടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷം വന്നു. കണ്ണേട്ടനാണെങ്കിൽ ഗൾഫിലായിരുന്നു. അങ്ങനെ വിദ്യാഭ്യാസം മാറ്റി വെച്ചുകൊണ്ട് ബിസിനസ്സിലേക്ക് വന്ന ഒരു വ്യക്തിയും കൂടിയാണ് അദ്ദേഹം. അപ്പോൾ വലിയ കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ടായത്. ഇപ്പോൾ തന്നെ ഹോട്ടൽ റിനോവേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഹോട്ടൽ പുതുക്കി പണിതുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിലാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് അസുഖം വന്നതും അദ്ദേഹം 2 ദിവസം മുമ്പ് നിര്യാതനായതൊക്കെ തന്നെ. അപ്പം അതൊക്കെ ഒരു വലിയ വിഷമമാണ്. കാരണം ആ പണി പൂർത്തിയാവണം എന്നുള്ളൊരു ആഗ്രഹം ഞാൻ എല്ലാ ഞായറാഴ്ചയും അവനെ വീട്ടിൽ പോയി കാണാറുണ്ടായിരുന്നു. പക്ഷേ ലാസ്റ്റ് സൺഡേ എനിക്ക് പോകാൻ പറ്റിയില്ല. എനിക്ക് ശനിയാഴ്ച പനിയായ കാരണം എനിക്ക് പോകാൻ പറ്റിയില്ല. അതിനു മുമ്പ് എല്ലാ ഞായറാഴ്ച ഞങ്ങൾ അവിടെ പോകുമ്പം സ്വാമിയെ സംബന്ധിച്ച് വലിയ കാഴ്ചപ്പാടാണ്. ഹോട്ടൽ റിനോവേറ്റ് ചെയ്യണം, AC ആക്കണം, അതുമാതിരി തന്നെ പുതിയ ഭക്ഷണങ്ങൾ അവിടെ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളെന്നും അത് ചർച്ചയിലും അതേമാതിരി വടക്കാഞ്ചേരിയിൽ ഒട്ടേറെ കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തതാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ വിയോഗം എന്നെ സംബന്ധിച്ച് വലിയ ഒരു 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 കുടുംബത്തിലത്തെ ഒരു അംഗം നഷ്ടപ്പെട്ട ഒരു പ്രതീതിയാണ് എനിക്കുണ്ടാകുന്നത്. അത് വടക്കാഞ്ചേരിയെ സംബന്ധിച്ചും. കാരണം വിദേശത്തുള്ള ആൾക്കാരും അതുമാതിരി തന്നെ അന്യദേശത്തുള്ള ആൾക്കാരൊക്കെ തന്നെ പൂരമായി ബന്ധപ്പെട്ടുകൊണ്ട് നാണാവിൻ്റെ അവിടെ വന്നിരിക്കലും ഒരു കോർത്തിണക്കൽ നാണാവായിരുന്നു. കാരണം ബ്രാഹ്മണ സഭയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പൂരമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ തന്നെ ഇവരൊക്കെ കോർത്തിണക്കിയിരിക്കുന്ന ആ മദ്രാസ് ഹോട്ടലായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ നാണാവിൻ്റെ കോൺട്രിബ്യൂഷൻ ഒട്ടേറെ കാര്യമുണ്ട്. അതുമാതിരി തന്നെ ഇവിടുത്തെ ഞങ്ങളുടെ എക്സിബിഷനായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതൊക്കെ വളരെ രസകരമായ കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ എക്സിബിഷൻ സ്റ്റാർട്ട് ചെയ്തതൊക്കെ തന്നെ ബഹുമാനപ്പെട്ട MLA AC മൊയ്തീനും ബാലു, ഞാൻ, അങ്ങനെ നാണാവ്, അങ്ങനെ ചെയർമാൻ CVR ചെട്ടിപ്പള്ളി, അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയൊക്കെ ചർച്ച ചെയ്ത് ആ ആശയം രൂപപ്പെടുത്തി എക്സിബിഷൻ ഓഫീസിലൊക്കെ വൈകിട്ട് നാരായണസ്വാമി ഭക്ഷണമൊക്കെ കൊണ്ടുവരും. അങ്ങനെ ഞങ്ങളെല്ലാവരും അത് പങ്കിടുന്നതൊക്കെ വളരെ രസമാണ്. ചില സമയത്ത് കൊണ്ടുവന്നില്ലെങ്കിൽ ബഹുമാനപ്പെട്ട AC മൊയ്തീൻ ചോദിക്കാറുണ്ട്, ഇന്ന് എന്തോട് ഭക്ഷണമൊന്നും കൊണ്ടുവന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ഒരു രസകരമായ ഒരു ഓർമ്മയ്ക്കാണ് എനിക്ക് നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങളൊക്കെ കോർത്തിണക്കുന്ന ഒരു കണ്ണിയായിരുന്നതാണ് അത്. ആ കണ്ണിയാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടത്. അങ്ങനെ വടക്കാഞ്ചേരിക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ ചെയ്ത മനുഷ്യനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. എന്തായാലും ആ വിയോഗം ഞങ്ങളെ സംബന്ധിച്ച്, അസോസിയേഷനെ സംബന്ധിച്ച് വലിയ വിഷമമുണ്ട്, പ്രത്യേകിച്ച് കുടുംബപരമായിട്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളവിടെ ചെന്നിരിക്കുന്ന സമയത്താണ് ഈ നാണാവിൻ്റെ മക്കൾ വൈശാഖും വിഘ്നേഷൊക്കെ വളരെ ചെറിയ കുട്ടികളായിരുന്നു. അവർ അന്ന് മുതലേ ഞങ്ങൾ എടുത്തു വളർത്തിയ കുട്ടികളെന്ന് വേണമെങ്കിൽ അവരൊക്കെ പറയാം. അപ്പോൾ അവർക്ക് അച്ഛനെ നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ വലിയ വേദനാജനകമായ ഞങ്ങളുടെ അസോസിയേഷൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ആ കുടുംബത്തോട് ഞങ്ങളുടെ ദുഃഖം ഞങ്ങൾ രേഖപ്പെടുത്തി. ഒരു മനുഷ്യനുമായി നാം ബന്ധപ്പെടുമ്പോൾ അയാളുടെ വിദ്യാഭ്യാസമോ സമ്പത്തോ പദവിയോ അല്ല നാം മാനദണ്ഡമാക്കേണ്ടതെന്നും അവരിലുള്ള മനുഷ്യത്വമാണ് നാം മനസ്സിലാക്കേണ്ടതും സ്വാമി പറഞ്ഞു തന്ന പാഠം ഇന്നും ഞാൻ ഓർക്കുന്നു. സ്വാമി ഇടപെടാത്ത മേഖലകൾ ഇല്ല. രാഷ്ട്രീയത്തിലായാലും നിരന്തരം എല്ലാ മേഖലകളിലും ഇടപെടുകയും എത്ര വലിയ പ്രശ്നമെന്നാലും അടിപതരാതെ സമചിത്തതയോടെ അതിനെ കൈകാര്യം ചെയ്യുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് മറ്റാരിലും ഞാൻ കണ്ടിട്ടില്ല എന്ന് ആക്സ് പ്രസിഡന്റ് VV ഫ്രാൻസിസ്
നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ നാരായണസ്വാമി എന്ന നാണാവ് ഇന്ന് ഈ ഭൂമിയോട് വിട പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം എനിക്ക് നൽകിയ ഒരു പാഠമുണ്ട്. ഒരു മനുഷ്യനായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ അവരിലെ വിദ്യാഭ്യാസമോ അവരുടെ സാമ്പത്തിക സ്ഥിതിയോ ഔദ്യോഗിക പദവിയോ അല്ല നമ്മൾ മാനദണ്ഡമാക്കേണ്ടത്. അവരിലുള്ള മനുഷ്യത്വമാണ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്. സ്വാമിയുടെ കൂട്ടുകാരെ നാം ശ്രദ്ധിച്ചാൽ നമുക്കത് പ്രത്യേകം മനസ്സിലാകുന്നതാണ്. എല്ലാവരും ഏതെങ്കിലും തരത്തിലുള്ള ഹ്യൂമാനിറ്റേറിയൻ ആക്ടിവിറ്റീസിൽ ഇടപെടുന്നവർ മാത്രമായിരിക്കും അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ. സ്വാമി ഇടപെടാത്ത മേഖലകളില്ല. രാഷ്ട്രീയത്തിലായാലും വിദ്യാഭ്യാസ രംഗത്തിലായാലും മനുഷ്യർക്ക് ഭക്ഷണം നൽകുന്ന കാര്യത്തിലായാലും നിരന്തരം എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും എത്ര വലിയ പ്രശ്നങ്ങളുണ്ടായാലും അടിപതറാതെ സമചിത്തതയോടെ അതിനെ കൈകാര്യം ചെയ്യുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് ഇന്ന് മറ്റാരിലും ഇതേവരെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഏത് പ്രശ്നത്തിനും ഒരു പരിഹാരം ലഭിക്കുന്നതിന് വടക്കാഞ്ചേരിയിലെ ഞങ്ങളുടെ സുഹൃത്തുക്കളെല്ലാവരും അവസാനം ആശ്രയിക്കുന്നത് നാണാവെന്ന PV നാരായണസ്വാമിയാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിക്കുന്നു. പൗരപ്രവർത്തന രംഗത്ത് പതിറ്റാണ്ടുകൾ ചെലവഴിച്ച വടക്കാഞ്ചേരി മുൻ കോൺഗ്രസ് നേതാവും പഞ്ചായത്ത് അംഗവുമായ PV നാരായണസ്വാമിക്ക് സുപ്രീം വോയിസ് ന്യൂസ് ചാനലിന്റെ കണ്ണീരിൽ കുതിർന്ന പ്രണാമം.